മനുഷ്യ നാഗരികതയുടെ തുടക്കത്തിൽ മനുഷ്യൻ സ്ഥിരമായി താമസിക്കാനും സമൂഹങ്ങൾ രൂപപ്പെടുത്താനും തുടങ്ങിയപ്പോൾ ഒരു നിശബ്ദമായ ദുരിതം ജനങ്ങൾക്കിടയിൽ പടരാൻ തുടങ്ങി. ആ ദുരിതം പിന്നെ ചരിത്രത്തിലും സംസ്കാരത്തിലും മതത്തിലും അതിന്റെ മുദ്ര പതിപ്പിച്ചു. മനുഷ്യനെ ഏകാന്തതയുടെയും ദുരിതത്തിന്റെയും ഗർത്തത്തിലേക്ക് തള്ളിവിടുന്ന ഒരു രോഗമായിരുന്നു അത്, ലെപ്രസി അഥവാ കുഷ്ഠരോഗം. കുഷ്ഠരോഗം ഏകദേശം 2500 BC-യിൽ തന്നെ ഇന്ത്യയിലുള്ളതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കാരണം കുഷ്ഠരോഗത്തിന്റെ മുഖമുദ്രയായ അസ്ഥികൾക്കുണ്ടാകുന്ന വൈകല്യങ്ങളോട് സമാനമായ ചില വൈകല്യങ്ങളുള്ള അസ്ഥികൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിന് ഏകദേശം 2500 BC-യോളം തന്നെ പഴക്കവും ഉണ്ടായിരുന്നു. അഥർവവേദം പോലുള്ള ഇന്ത്യയിലെ പുരാതന ഗ്രന്ഥങ്ങളിലും കുഷ്ഠരോഗത്തിന്റെ ലക്ഷണങ്ങളോട് വളരെയധികം സാമ്യമുള്ള ഒരു രോഗത്തിന്റെ ലക്ഷണത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ഈ രോഗത്തെ കുറിച്ചുള്ള കൂടുതൽ സൂചനകൾ ഈജിപ്ഷ്യൻ നാഗരികതയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഏകദേശം 1500 BC ഈജിപ്ഷ്യൻ വൈദ്യന്മാർ എഴുതിയെന്ന് വിശ്വസിക്കുന്ന ഒരു ഗ്രന്ഥത്തിൽ നിന്ന് കുഷ്ഠരോഗത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ടെന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. ഈജിപ്തിൽ നിന്ന് ലഭിച്ച ചില മമ്മികളിൽ കുഷ്ഠരോഗികൾക്കുണ്ടാവുന്ന ചില അസ്ഥി വൈകല്യങ്ങളോട് വൈകല്യങ്ങളുള്ള ചില അസ്ഥികൾ ലഭിച്ചിട്ടുണ്ട്. പുരാതന ഈജിപ്ഷ്യൻ നാഗരികതയിൽ കുഷ്ഠരോഗം ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്നു. ഒരു പ്രധാന നാഗരികതയിലേക്ക് കുഷ്ഠരോഗം വ്യാപിച്ച സങ്കീർണവും ദീർഘവുമായ ചരിത്രത്തിന്റെ തുടക്കം കുറിച്ചു. പുരാതന കാലത്തോടെ മെഡിറ്ററേനിയൻ തലത്തിൽ കുഷ്ഠരോഗം വ്യാപിച്ചിരുന്നു. പുരാതന ഗ്രീക്കിൽ ജനിച്ച വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടും ഹിപ്പോക്രാറ്റസ് എലിഫന്റിയാസിസ് എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥയെ പരാമർശിക്കുന്നുണ്ട്. അതിൽ കുഷ്ഠരോഗം ഉൾപ്പെടുന്നുവെന്നും പലരും വിശ്വസിക്കുന്നു. ചർമ്മം കട്ടിയാകുന്നതും അസ്ഥികൾക്കുണ്ടാകുന്ന വൈകല്യങ്ങളുമാണ് ഈ രോഗത്തിന്റെ ഗുരുതരമായ രൂപത്തിന്റെ മുഖമുദ്ര. മനുഷ്യ സമൂഹങ്ങൾ പുരോഗമിച്ചതിനനുസരിച്ച് കുഷ്ഠരോഗത്തെ വ്യാഖ്യാനിക്കാനും നേരിടാനുമുള്ള അവരുടെ ശ്രമങ്ങൾ ആരംഭിച്ചു. പുരാതന ഇസ്രയേലിയൻ ബൈബിളിൽ, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ കുഷ്ഠരോഗത്തെ കുറിച്ചുള്ള വിവരങ്ങൾ വളരെയധികം തന്നെ കാണാൻ സാധിക്കും. രോഗങ്ങളെ കുറിച്ചുള്ള ഭയവും പകർച്ചവ്യാധികളെ കുറിച്ചുള്ള പ്രാഥമികമായ അറിവുകളും നമുക്ക് ഈ വരികളിലൂടെ കാണാൻ സാധിക്കും. മധ്യകാലത്ത് കുഷ്ഠരോഗത്തിന്റെ സ്വാധീനം വളരെയധികം വ്യാപിച്ചുകൊണ്ടേയിരുന്നു. റോമൻ സാമ്രാജ്യത്തിന്റെ പതനത്തോടും മധ്യ യൂറോപ്പിന്റെ ഉദയത്തോടും കൂടി കുഷ്ഠരോഗം വ്യാപകമായി തീർന്നു. പ്രത്യേകിച്ച് കുരിശുയുദ്ധ സമയത്ത് ആളുകളുടെ വർദ്ധിച്ച പലായനം കാരണം 12-ാം നൂറ്റാണ്ടോടെ കുഷ്ഠരോഗം ഒരു സാധാരണ രോഗമായി മാറി. യൂറോപ്പ് ഉടനീളം കുഷ്ഠരോഗികൾക്കായുള്ള കോളനികൾ ഉണ്ടാക്കുന്നതിലേക്ക് ഇത് നയിക്കപ്പെട്ടു. പലപ്പോഴും മതപരമായ ഉത്തരവുകൾ കാരണം ധനസഹായം ലഭിക്കുന്ന ഈ കോളനികൾ കുഷ്ഠരോഗികൾക്ക് ഒരു അഭയകേന്ദ്രമായി, എന്നാൽ അവർക്ക് ഏകാന്തതയുടെ ഒരു തടവറയായി മാറി. ഇത് പലപ്പോഴും കുഷ്ഠരോഗികളെ ബഹിഷ്കരിക്കുന്നതിലേക്ക് നയിച്ചു. കുഷ്ഠരോഗികളുടെ സാമീപ്യം അറിയിക്കാൻ വേണ്ടി അവരോട് പ്രത്യേക വസ്ത്രങ്ങൾ ധരിക്കാനും മണിമുഴക്കാനും അവർ നിർബന്ധിതരായി. 16-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ കുഷ്ഠരോഗം കുറയാൻ തുടങ്ങി. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും സ്വാഭാവിക രോഗചക്രങ്ങൾ എന്നിവ ഈ കുറയലിന് കാരണമായി. കുഷ്ഠരോഗത്തെ കുറിച്ചുള്ള ആധുനിക ധാരണ രൂപപ്പെടാൻ തുടങ്ങിയത് 19-ാം നൂറ്റാണ്ടിലാണ്. 1773 നോർവീജിയൻ ഫിസിഷ്യൻ ഹെർമൻ ഹാൻസൻ ഒരു വഴിത്തിരിവായ കണ്ടുപിടുത്തം നടത്തി. ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് അദ്ദേഹം മൈക്രോബാക്ടീരിയൻ ലെപ്ര എന്ന ഒരു ബാക്ടീരിയയാണ് കുഷ്ഠരോഗത്തിന് കാരണമായത് എന്ന് കണ്ടെത്തി. ഹാൻസന്റെ കണ്ടുപിടുത്തം കുഷ്ഠരോഗത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു വഴിത്തിരിവായി മാറി. ഈ രോഗത്തെ നിഗൂഢവും ഭയപ്പെടുത്തുന്നതുമായ ഒരു രോഗാവസ്ഥയിൽ നിന്ന് പഠിക്കാനും അറിയാനും കഴിയുന്ന ഒരു മെഡിക്കൽ അവസ്ഥയിലേക്ക് ഈ ഗവേഷണം മാറ്റി. ഇത് തുടർന്നുള്ള മെഡിക്കൽ പുരോഗതിക്കും ഇത് ഫലപ്രദമായ ചികിത്സയുടെ വികസനത്തിനും വഴിയൊരുക്കി. 20-ാം നൂറ്റാണ്ടോടെ കുഷ്ഠരോഗ ചികിത്സയ്ക്കും അതിന്റെ മാനേജ്മെന്റ് വളരെ കാര്യമായ പുരോഗതി തന്നെ ഉണ്ടായി. 1940-ൽ കുഷ്ഠരോഗ ചികിത്സയിൽ സാലിഫോൾ മരുന്നുകൾ, പ്രത്യേകിച്ച് ഡാപ്സോൺ കുഷ്ഠരോഗ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിച്ചു. ഇതിനെ തുടർന്ന് 1980-കളിൽ മൾട്ടി ഡ്രഗ് തെറാപ്പി വികസിപ്പിച്ചെടുത്തു. കുഷ്ഠരോഗ ചികിത്സയ്ക്കും അത് പകരുന്നതിനും MDT വളരെയധികം ഫലപ്രദമാണെന്ന് തെളിഞ്ഞു. ലോകാരോഗ്യ സംഘടനയായ WHO കുഷ്ഠരോഗം ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായി മാറാതിരിക്കാൻ വേണ്ടി ആഗോള തലത്തിൽ തന്നെ ക്യാമ്പയിനുകൾ നടത്തി. ഇത് ലോകമെമ്പാടുമുള്ള കേസുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവിന് കാരണമായി.